ഞാൻ ഇപ്പോൾ വരുന്നത് വയനാട്ടിൽ നിന്ന് തന്നെ അവിടെ ജനിച്ചു വളർന്ന് അവിടെ ദീർഘകാലം പത്രപ്രവർത്തനം നടത്തി മുതിർന്ന മാധ്യമപ്രവർത്തകനായി മാറിയിരിക്കുന്ന രാംദാസിനോടാണ്. രാംദാസെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൊന്തി വരുന്നു. ശാശ്വതമായ പരിഹാരം എന്ത് എന്നത് തന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങളുടെയൊക്കെ തോന്നൽ അത് കാതലായി കിടക്കുന്നത് അധികാരത്തിൻ്റെ ഒരു പ്രശ്നമാണ്. 1972 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായ നിയമം, അതിന് 10ഓളം ഭേദഗതി വന്നിരിക്കുന്നു. അതിൻ്റെ പല്ലും നഖവും കൂട്ടിക്കൊണ്ടുവന്ന് ഇത് ഇപ്പോൾ കർക്കശമായ നിയമമായി മാറിയിരിക്കുന്നു. അതിൻ്റെ വിന്യാസാധികാരം മുഴുവൻ വിദൂരത്തുള്ള കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സംസ്ഥാനത്തിലെ മലയോരത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആ നിയമം മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ അത് തന്നെയല്ലേ പ്രശ്നങ്ങളുടെ പ്രശ്നമായി നിൽക്കുന്നത്? അതടക്കം എന്തിനെയൊക്കെ നേരിട്ടാലാണ് മലയോരത്തിലെ ഈ മനുഷ്യൻ്റെ അശാന്തിക്ക് ഒരു ശാശ്വത പരിഹാരം ആവുക? രാംദാസ് എന്തു പറയുന്നു? എനിക്കിതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് സഹ പാനലിസ്റ്റുകളും ഈ വിഷയം അവതരിപ്പിച്ച ആങ്കർ ആയിട്ടുള്ള ചന്ദ്രശേഖർ സാർ പറയുന്നത്. പക്ഷേ ഞാനവിടെ ജനിച്ചു വളർന്നിട്ടുള്ളതാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല, അതിൽ എതിർപ്പ് ആർക്കുമില്ല. ഈ പറഞ്ഞ 1972 വന നിയമം മാറ്റണം എന്ന് പറയുന്നതിലും തർക്കമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ BJP പോലും ആ ഒരു നിയമം മാറ്റുന്നതിന് എതിർപ്പൊന്നും എവിടെയും പ്രകടിപ്പിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഈ ശാശ്വതമായ പരിഹാരം എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിയമം മാറ്റിയാൽ മാത്രം അവസാനിക്കുന്നതാണോ ഈ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ഒരു ഒരു പരിശോധനയിലേക്ക് നമ്മൾ പോകണം. വയനാട് പോലുള്ള സ്ഥലത്ത് എന്താണ് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് വയനാട്ടിലെ ക്ലൈമറ്റിൽ വന്നിട്ടിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അത് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് വന്നത്? പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കാരണം പറഞ്ഞുകൊണ്ട് അതിൽ പരിഹരിക്കാം എന്നുള്ള ഓപ്ഷൻ പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാലാവസ്ഥയിൽ വയനാട്ടിൽ വന്നിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ഈ മാറ്റത്തിനെ അതിജീവിക്കാൻ യഥാർത്ഥത്തിൽ കർഷകരും ഈ പറയുന്ന അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് കഴിയുന്നില്ല. നമുക്കറിയാം, വയനാട്ടിലെ വളരെ തണുപ്പുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വയനാട്ടിൽ പോലും AC ഇല്ലാതെ രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, ഏറ്റവും കുറഞ്ഞ മഴ കിട്ടുന്നൊരു പ്രദേശമായിട്ട് വയനാട് മാറിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ മഴ, ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലം ഒക്കെയായിട്ട് വയനാട് മാറുമ്പോൾ ഇത് അവിടുത്തെ മനുഷ്യരുടെ വാസം പോലും പ്രശ്നത്തിലാക്കുന്നുണ്ട്. ഇതേ സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ വന്യജീവികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. നമ്മളെ ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ വാക്കുകൾ പോലും യഥാർത്ഥത്തിൽ ഈ കാലത്ത് നമ്മളെ പരിഷ്കൃതരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടെന്ന് നമ്മൾ കരുതുന്ന നമ്മളത് ഉപയോഗിക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതിനൊരു വാക്ക് എനിക്ക് തോന്നുന്നത് ഈ മുഖാമുഖം എന്ന് പറയുന്നത്, അതായത് മാൻ അനിമൽ ഇൻ്റർഫേസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ കടുവ എന്ന് പറയുന്നത് രണ്ട് പക്ഷത്ത്, എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഈ നമ്മളുടെ ഈ ടൈറ്റിലിന് പോലും ഒരു പ്രശ്നമുണ്ട്. നരിയ ഒരു പക്ഷത്തൊന്നും അല്ലെന്ന്. എവിടെയാണ് നരിയുടെ പക്ഷം എന്ന് പറയുന്നത്? നരിയ ഒന്നുമല്ല, മനുഷ്യൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും രണ്ട് പക്ഷത്തുള്ള മനുഷ്യൻ. എൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് രാധയും ഈ കൊല്ലപ്പെട്ട രാധയും ഈ ഇന്ന് മരിച്ച കടുവയും ഒക്കെ ഇരകളാണ്. അവരൊന്നുമല്ല ഇതിൻ്റെ ഒന്നും ഒരു കാരണവശാലും ഈ പറയുന്ന ഈ കടുവ എന്ന് പറയുന്നത് എന്തെങ്കിലും പർപ്പസ്ഫുള്ളി ചെയ്തോളാം. ഇപ്പോൾ നമുക്ക് സമീപകാലത്തായിട്ട് വയനാട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്കറിയാം, ഇപ്പം കടുവയുടെ അല്ലെങ്കിൽ മറ്റു ആനകളുടെയോ ഈ പറയുന്ന നാട്ടിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പറഞ്ഞ സംഭവങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, വലിയ വിവാദം ഉണ്ടാകുന്നു, വലിയ ബഹളം ഉണ്ടാകുന്നു. നമുക്കറിയാം, ജനപ്രതിനിധികളെ തടഞ്ഞു വെക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതോടുകൂടി അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളപ്പോൾ തന്നെ ആവശ്യപ്പെടുന്നു ഇതിനെ വെടിവെച്ച് കൊല്ലണം. ഈ പ്രശ്നം അവസാനിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഈ പറയുന്ന, ഇപ്പം ഞാൻ പറഞ്ഞുതരാം, റഫീഖ് അവിടെയുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ കാട്ടിനുള്ളിലുള്ള ഈ ജീവികൾ എന്ത് ചെയ്യും, മനുഷ്യരെന്ത് ചെയ്യും? ഈ സാധനത്തെ നമ്മൾ ആ രൂപത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഈ വനത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് വനംവകുപ്പിൻ്റെ ശത്രുക്കളായി മാറുന്നത്? അത് നമ്മൾ പരിശോധിക്കണ്ടേ?
ഈ വനത്തിനടുക്ക് ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ വനം എന്ന് പറയുന്നത് മറ്റൊരു സംഭവമായിട്ട് മാറ്റി നിർത്തുക, ശത്രുവായിട്ടാണ് പരിഗണിക്കുന്നത്. അതെങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു അവസ്ഥയുണ്ടാകുന്നത്? ഇപ്പം നമ്മൾ ഈ ഭരണം മാറുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ മുഴുവനും അപ്പോൾ അവർക്കെതിരെ പ്രയോഗിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് ഇത് എല്ലാവരും കൂടി ചേർന്നല്ല, ഇതിൽ കാതലായ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മൾ പരിഹരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാട്ടിനുള്ളിൽ ഈ പറയുന്ന വന്യജീവികൾക്ക് ഒരു ആവാസ വ്യവസ്ഥ, അതിൻ്റെ ഒരു സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ കാട്ടിനുള്ളിലുള്ള ഒരു വലിയ ഈ പറയുന്ന തോട്ടങ്ങളാണ്. ഈ തോട്ടങ്ങൾ വെട്ടിമാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട് ആർക്കാണ് തടസ്സമുള്ളത്? ആരാണ് അത് ആവശ്യപ്പെടാത്തത്? ഞാൻ പറഞ്ഞത് നമ്മളെ ഭരിക്കുന്ന ഈ പറയുന്ന റഫീഖ് ഉൾപ്പെടുന്ന ആളുകളുടെ പാർട്ടിയും, അതായത് CPM-ഉം കോൺഗ്രസിൻ്റെ ആളുകളും എല്ലാവരും ഇത് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് നടത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു ആവശ്യമായിട്ട് ശക്തമായിട്ട് ഗവൺമെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പാനലിൽ ഒരാൾ പറഞ്ഞത് 430 പഞ്ചായത്ത് കേരളത്തിൽ ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് കേരളത്തിൻ്റെ പകുതിയോളം വരുന്ന സ്ഥലങ്ങളിൽ ഇതേ പ്രശ്നമുണ്ട്. പക്ഷേ എത്രമാത്രം പരിഗണന നമുക്കിതിന് നൽകാൻ കഴിയുന്നുണ്ട്? നമ്മൾ നൽകുന്നുണ്ട് നമ്മളിതിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലേ? എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്? അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല മനുഷ്യന് മാത്രമല്ല, ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ മനുഷ്യനല്ല ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് നമ്മൾ കണക്കൂട്ടുണ്ട്. എന്ത് പദ്ധതിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് പരിമിതികളൊക്കെ മനസ്സിലാവും സാർ. പക്ഷെ ജനങ്ങളല്ലേ ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. നമ്മൾ അങ്ങനെ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഈ മനുഷ്യരുടെ അവകാശങ്ങൾ, ഈ പറയുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ അതേപോലെ തന്നെയാണ്. ഈ കാട്ടിനുള്ളിലേക്ക് കടന്നുകയറ്റം തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നടപടികൾ എടുത്തിരിക്കുന്നത്? നമ്മൾ കാര്യങ്ങളൊക്കെ പറയും, നമ്മൾ വളരെ ക്ലീനാണ്, നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു പ്രശ്നം കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, രാധയുടെ മരണം നടന്ന് ഒരാഴ്ചയോട് ഇതെല്ലാം അവസാനിക്കുന്നേ. ഒരു പ്രശ്നം ഇനി പിന്നെ നമ്മളൊന്നും മനസ്സില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയാം നമ്മളെ ഈ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇപ്പം 6 മാസത്തോളമായില്ലേ? നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥമായ കാതലായ പ്രശ്നത്തിലേക്ക് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് പ്രശ്നം എന്ന് നമ്മൾ പഠിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ടൂറിസം നമ്മൾ ഏറ്റവും ചുരുങ്ങിയതായിട്ട് നമുക്ക് പറയാം. ഈ സമയത്താണ് ടൈഗേഴ്സിൻ്റെ മീറ്റിംഗ് ടൈമാണ്. ഇത് ഇങ്ങനെ ഓടി നടന്നു വരികയാണ്. വെള്ളം കുറഞ്ഞതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ആനകളുടെയും മറ്റ് ജീവികളുടെയും വലിയ പ്രവാഹം വയനാട്ടിലുണ്ട്. ഈ സമയത്ത് ടൂറിസം വൻതോതിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് അവിടെ. ഈ ടൂറിസം എന്ന് പറയുന്ന സാധനം നമ്മളത് റിയാലിറ്റിയിലേ നമ്മൾ കണ്ടേ പറ്റുള്ളൂ. കാടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കാത്ത ടൂറിസം കേന്ദ്രങ്ങൾ വയനാട്ടിലില്ല. എല്ലാ പ്രദേശങ്ങളും ഒരു കാടിൻ്റെ അറ്റത്തുള്ള ടൂറിസം റിസോർട്ടുകളുണ്ട്. ഈ റിസോർട്ടുകളിലൊക്കെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വരുന്നത്. ഇവരുണ്ടാക്കുന്ന ഇതൊന്നും വേണ്ടെന്നൊന്നുമില്ല സാർ, ഇതിൽ നമ്മൾ നിയന്ത്രിക്കണ്ടേ? ഈ സമയത്തെങ്കിലും ഏറ്റവും മിനിമം നമ്മൾ അങ്ങനെ ഒരു പരിഗണനയെങ്കിലും വേണ്ടേ? നമ്മൾ ഏറ്റവും ആലോചിച്ചു, വയനാട് സുരക്ഷിതമായ ഒരു ഇടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നത്. നമുക്ക് സുരക്ഷിതമാണോ വയനാട്? ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഈ ടൂറിസത്തിന് ഏറ്റവും ചുരുങ്ങിയത് കാടിനടുത്തുള്ള പ്രവർത്തിക്കുന്ന ടൂറിസം റിസോർട്ടുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണ്ടേ ഈ സമയത്തെങ്കിലും? അങ്ങനെയുള്ള കാര്യക്ഷമമായ മാർഗങ്ങൾ ഉണ്ടാക്കണം. മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട് പറയാൻ തോന്നുന്നത്, ഇപ്പം ഈ കാടിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് വെറും ഒരു ജീവനക്കാരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സംഘം ജീവനക്കാരുടെ കയ്യിൽ ഉണ്ടാകുന്ന പ്രശ്നമാണുള്ളത്. നമുക്കറിയാം, ഓരോ ഇഷ്യൂ ഇതേപോലത്തെ ഉണ്ടാകുമ്പോഴും വനം വകുപ്പിനെതിരെ വലിയ രോഷമാണ് അവർ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെന്താണെങ്കിലും ഇപ്പോൾ അറിയാം, ഒരു കൃഷിയിടത്തിലിറങ്ങുന്ന വന്യജീവികൾ ഫലമായി ഉണ്ടാകുന്ന കൃഷിനാശം വിലയിരുത്തുന്നതാരാ? ഈ പറയുന്ന വനം വകുപ്പിലുള്ള ആളുകളാണ്. അവർക്കെതിരെ അവർ ഒട്ടും ഇതിൽ എക്സ്പേർട്ടല്ല. അതുപോലെ തന്നെയാണ് വീടുകളുടെ നാശം സംഭവിച്ചിട്ടുള്ള ഈ നാശം കണക്കാക്കുന്നതും ഈ വനം വകുപ്പിലുള്ള ജീവനക്കാരാണ്. യഥാർത്ഥത്തിൽ വനം വകുപ്പിൽ ജീവനക്കാരില്ലാത്തൊരവസ്ഥയുണ്ട്. ഈ ചുമതല യഥാർത്ഥത്തിൽ മറ്റുള്ള ഇതിൻ്റെ എക്സ്പേർട്ടുകളായിട്ടില്ല. ഇപ്പോൾ കൃഷി വകുപ്പിനെ ഏൽപ്പിച്ചാൽ മതി. കൃഷി വകുപ്പിനെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കർഷകർക്ക് ഇതിന് ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടും. വീട് നശിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരുടെ വിങ്ങിനെ ഏൽപ്പിക്കണം. ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കോമ്പൻസേഷൻ കൂടുതൽ കിട്ടാനുള്ള മാർഗ്ഗം ഉണ്ടാവും. വാഹനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ MSCT പോലുള്ള സംവിധാനങ്ങൾ അവിടെയും കൂടി ബാധകമാക്കണം. അപ്പോൾ പക്ഷേ ഈ ചുമതലകൾ മുഴുവനും ഈ പറയുന്ന വനം വകുപ്പിലെ തുച്ഛം ജീവനക്കാരുടെ മേൽ അവർ ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾക്കെതിരായി മാറുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളും ഈ പറയുന്ന വനം വകുപ്പും അല്ലെങ്കിൽ വനപാലകരും തമ്മിലുള്ള സംരക്ഷകരും തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമായിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം വീണ്ടും വരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.